ഇന്ത്യൻ നഴ്സിംഗ് അക്കാദമി കണ്ടക്ട് ചെയ്യുന്ന ബെസ്റ്റ് കോളേജ് ഇൻ മൈസൂർ സീരീസ് 3യുമായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചാമുണ്ടേശ്വരി മെഡിക്കൽ കോളേജ്. അത്യാവശ്യം വലിയൊരു ഹോസ്പിറ്റൽ ബാക്കപ്പ് ആണ് നമ്മുടെ കോളേജിന് വരുന്നത്. അതുപോലെ തന്നെ എമർജൻസി വിഭാഗവും 24 hours വർക്കിംഗ് ആണ്. അതുപോലെ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ മെഡിക്കൽ കോളേജും വരുന്നുള്ളത്. ഇതിന്റെ നേരെ ബാക്ക് സൈഡ് ആണ് നമ്മുടെ നഴ്സിംഗ് കോളേജും വരുന്നത്. ഈ ഒരു കോളേജിന്റെ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ മൈസൂർ ടൗണിന് ഏകദേശം മാറി ബാംഗ്ലൂർ ഹൈവേയുടെ നടുവിലായിട്ടാണ് വരുന്നത്. സ്ഥലത്തിന്റെ പേര് ചന്നപ്പട്ന. മൈസൂരിലെ ഒരു കോളേജിലെ പ്രിൻസിപ്പൾ വരെ മലയാളം സംസാരിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കാണിച്ചു തരാം. ഹായ് മാം. ഹായ് സർ. മലയാളമൊക്കെ അറിയോ? അറിയാം. ഓക്കെ, ഇവിടെ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടോ? കുറെ പിള്ളേരുണ്ട് ഇവിടെ. തൊട്ട് മലപ്പുറമിനാണ്, കോഴിക്കോടിനാണ്, കോഴിക്കോട് മലപ്പുറം എന്നൊക്കെ പിള്ളേർ പഠിക്കുന്നുണ്ട്. തൊട്ടടുത്ത മൈസൂർ അല്ലേ, അതുകൊണ്ട് എല്ലാവരും പിള്ളേർ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത് ആക്ച്വലി ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഒരു കോളേജിന്റെ പ്രിൻസിപ്പൾ വരെ മലയാളം സംസാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പഠിച്ച് കുറെ വർഷങ്ങളായില്ലേ, കേട്ട് പഠിച്ചതാണ്. അതാണ്. സോ ഗുഡ് മോർണിംഗ് എവ്രിവൺ. So Sri Chamundeshwari College of Nursing is an undergraduate designated nursing education, so which take up professional roles and also competent nurses and midwives. So we are affiliated with our own parent hospital of around 1000 bedded in all PG courses, UG courses, in MBBS also we have been attached. So our college is having a quality teachers and in all the specialities, and experts are giving the hands-on training and skills and experience, individually focusing on the students who are being as the skill-based learning. So we are nurturing the students as our kids, and we are giving even the placement training also, and placement is also given in the RRGI institution, that is Rajarajeshwari Group of Institutions. Thank you. ഇതാണ് നമ്മുടെ നഴ്സിംഗിന്റെ ബിൽഡിംഗ് വരുന്നത്. പിന്നെ ഇവിടെ വരുന്ന കോഴ്സസ് നോക്കുകയാണെങ്കിൽ BSc നഴ്സിംഗ്, GNM, അതേപോലെ പാരാമെഡിക്കൽ കോഴ്സ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഇങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കോളേജ് ബസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ബസ് സ്റ്റേഷനും നിയർ ബൈ ആണ്. ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 12 കിലോമീറ്ററും എയർപോർട്ട് 18 കിലോമീറ്ററും ആണുള്ളത്. അത്യാവശ്യം സ്പേഷ്യസും മോഡേൺ ഫെസിലിറ്റിയോടും കൂടിയിട്ടുള്ള ഹോസ്റ്റലാണ് ഗേൾസിനും ബോയ്സിനും വരുന്നുള്ളത്. ഇതിൻ്റെ രണ്ടും തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ ക്യാൻറ്റീനും വരുന്നുള്ളത്. പിന്നെ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ കോളേജ് ആയതുകൊണ്ട് പിന്നെ ക്ലിനിക്കൽ എക്സ്പോഷറിൻ്റെ കാര്യമൊന്നും ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അതുപോലെ അഡ്വാൻസ്ഡ് ലാബ്, ഓഡിറ്റോറിയം, ലൈബ്രറി, കഫ്റ്റീരിയ തുടങ്ങിയ ഒട്ടനവധി ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ അധിക കോളേജസിലൊന്നും കാണാത്തൊരു പ്രത്യേകത നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് ബോയ്സ് ഹോസ്റ്റൽ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ബോയ്സ് ജിം വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഗേൾസിന് ജിമ്മില്ല, പക്ഷെ ഗേൾസിനും ജിമ്മുണ്ട്, അതും സെപ്പറേറ്റ് ആണ്. പിന്നെ സ്റ്റഡീസിൻ്റെ കൂടെ തന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോളേജാണിത്. എല്ലാ പ്രോഗ്രാംസും ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ സ്പോർട്സിൻ്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെയും ഒരുപാട് ഫെസിലിറ്റീസ് വരുന്നുണ്ട്. വോളിബോൾ കോർട്ട്, ഷട്ടിൽ കോർട്ട്, ബാഡ്മിൻ്റൺ കോർട്ട്, അതേപോലെ ക്രിക്കറ്റ് സ്റ്റേഡിയം, സ്വിമ്മിംഗ് പൂൾ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് മലയാളി സ്റ്റുഡൻസിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോട് തന്നെ നേരിട്ട് ചോദിച്ചു നോക്കാം. ഹായ്. ഹലോ. എന്താ പേര്? അബി. അബി. എവിടെന്നാ വരുന്നത്? ഞാൻ കണ്ണൂർ. കണ്ണൂർ. ഇവിടെ ഏതാ കോഴ്സ്? ഏതാ? ഇവിടെ BSc നഴ്സിംഗ്. ഓക്കെ, ഏതാ ഇയർ ഏതായിരുന്നു? ഇപ്പോൾ 3rd സെം ആയിരിക്കും. എങ്ങനെ ക്ലിനിക്കൽ എക്സ്പോഷർ കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? ക്ലിനിക്കൽ എക്സ്പോഷർ ഒക്കെ കൂടുതലാണ്, നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. ഏത് സെം മുതലാണ് തുടങ്ങുന്നത് ക്ലിനിക്കൽ എക്സ്പോഷർ? സെക്കൻഡ് സെം മുതൽ. ഹോസ്പിറ്റലിൽ എടുത്തായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഒക്കെ ഭയങ്കര എളുപ്പമായിരിക്കും അല്ലേ? ഓക്കെ. ഹോസ്റ്റൽ എങ്ങനെയുണ്ട്? ഓക്കെയാണ്. ഹായ്. ഹലോ. എന്താ പേര്? എന്റെ പേര് അനിത. അനിത. എവിടുന്ന വരുന്നത്? ഞാൻ കോട്ടയം. കോട്ടയം. അങ്ങനെ കോളേജ് ലൈഫ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഇവിടുത്തെ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നഴ്സിംഗ് തന്നെ അല്ലേ? നഴ്സിംഗ് തന്നെ. ഇവിടുത്തെ ക്ലിനിക്കൽ പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? പോസ്റ്റിംഗ് കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം എല്ലാം പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ടീച്ചേഴ്സ് ആണല്ലോ ഓരോന്നൊക്കെ പറഞ്ഞൊക്കെ തരുന്നുണ്ട്, എല്ലാം ഓക്കെ. ഇപ്പൊ ഗേൾസിന് ഫിറ്റ്നസ് പരമായിട്ട് ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉള്ളത്? നമുക്ക് ജിമ്മുണ്ട്. ഓക്കെ, ജിമ്മുണ്ടോ? ആ, ജിമ്മുണ്ട്. അതല്ലാണ്ട് ഇപ്പൊ സ്പോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വൈകിട്ട് ഈവനിങ് ഒക്കെ അവിടെ സ്പോർട്സ് കളിക്കാനുള്ള ഏരിയസ് ഒക്കെ ഉണ്ട്. ഇതിപ്പോ എല്ലാം ഒരു കോമ്പൗണ്ടിലാണല്ലോ വരുന്നത്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് തോന്നിയിട്ടില്ല ബെനിഫിറ്റ് എന്തായിരിക്കും മെയിൻലി? ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാ റിലാക്സ് ആയിട്ട് ഇറങ്ങി നടക്കാം കുറെ. പിന്നെന്ന് പറഞ്ഞാൽ നല്ലൊരു എൻവയോൺമെന്റ് ആണ്, ഇതിന്റെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ പഠിത്തത്തിനായാലും എല്ലാത്തിനായാലും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടല്ലേ? ഹായ്. എന്താ പേരെന്താ? ഭരത്. എവിടെന്നാ വരുന്നത്? ആലപ്പുഴ. ഫസ്റ്റ് ഇയർ ആണല്ലേ? ഫസ്റ്റ് സെം സ്റ്റുഡന്റ്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ലാബ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഫെസിലിറ്റീസ് ഒക്കെ? ലാബാണ്, ടീച്ചേഴ്സ് ഒക്കെ ഫ്രണ്ട്ലി ആണ്. ഓക്കെ. ലാബ് വീക്ക്ലി ഞങ്ങൾക്ക് എല്ലാ ദിവസവും ലാബുണ്ട്. വീക്കിലി എല്ലാ ദിവസവും ലാബുണ്ട്. മെയിൻ ആയിട്ട് ലാബ് എടുക്കുന്നത് പ്രിൻസിപ്പൽ മാം തന്നെയാണ്. പിന്നെ ലൈബ്രറി കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? അത്യാവശ്യം ബുക്സ് കാര്യങ്ങളൊക്കെ ബുക്സ് എല്ലാം അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് എക്സ്ട്രാ ബുക്സ് വേണമെങ്കിൽ MBBS ലൈബ്രറി നമുക്ക് യൂസ് ചെയ്യാം. ഓ, അങ്ങനെ എടുക്കാൻ പറ്റുമോ? ഓക്കെ, നഴ്സിംഗ് സ്റ്റുഡൻസിന് എക്സ്ട്രാ ബുക്ക് വേണമെങ്കിൽ MBBS ലാബിൽ നിന്ന് എടുക്കാൻ പറ്റും.
ഇപ്പോൾ നമുക്ക് ഈ ബോയ്സിന് ഫിറ്റ്നസ് പരമായിട്ട് ഇവിടെ എന്താ ഫെസിലിറ്റി ഉള്ളത്? സ്പോർട്സ് എല്ലാം ഉണ്ട്, സ്പോർട്സ് ഡേ കൾച്ചറൽസ് എല്ലാം ഉണ്ട്, ജിം ഉണ്ട്. ജിമ്മുണ്ട്. ബോയ്സ് ഹോസ്റ്റലിൽ തൊട്ട് ബോയ്സ് ഹോസ്റ്റലിലെ ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. നോൺ വെജ് ഉണ്ട്, നോൺ വെജും ഉണ്ട്, വെജും മിക്സ്ഡ് ഫുഡ് ആണ് അല്ലേ? ഓക്കെ ഓക്കെ. മൊത്തത്തിൽ എങ്ങനെ കോളേജായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്? അടിപൊളിയാണ്, സാറ്റിസ്ഫൈഡ്. ഹായ്, എന്താ പേരെന്താ? നെജ, നജ. എവിടുന്ന? വയനാട്. വയനാടാണ് വീട്. കോളേജിൽ എങ്ങനെ എത്തി? ബ്രദർ ഫിക്സ്ഡ് ആയിട്ട് ജോബ് ഓക്കെ, ബ്രദർ സജസ്റ്റ് ചെയ്താ അല്ലേ? ഇപ്പോൾ ഏതാ ഇയർ? ഫസ്റ്റ് ഇയർ. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഓവറോൾ ക്യാമ്പസ് ലൈഫ് എങ്ങനെയുണ്ട്? ഓക്കെയാണ്. ഹോസ്പിറ്റലിൽ എടുത്തായതുകൊണ്ട് നിങ്ങൾക്ക് അതൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ലാബിലേക്ക് പോകുമ്പോൾ അവിടെ എങ്ങനെ ഡിഫറൻസ് എങ്ങനെയാണ് തോന്നുന്നത്? സെയിം ആയിട്ടാണ് ഇവിടെ പഠിപ്പിക്കുകയും ആവുകയൊക്കെ ചെയ്യുന്നത്. ഇവിടുത്തെ പ്രൊവൈഡിങ് ഒക്കെ അടിപൊളിയാണ്. ലാബ്സ് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അതേപോലെ ഇപ്പോൾ ഗേൾസിന് ഫിറ്റ്നസ് പരമായിട്ട് ഇവിടെ എന്താണ് കൂടുതലായിട്ടും കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നത്? സെപ്പറേറ്റ് ജിം ഉണ്ട്, പിന്നെ ബാഡ്മിന്റൺ അങ്ങനെ. ഓക്കെ, സ്പോർട്സിന് ഒരുപാട് ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണല്ലേ? അതെല്ലാവർക്കും കോമൺലി യൂസ് ചെയ്തൂടെ? അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഏകദേശം നിങ്ങൾ സെക്കൻഡ് ഇയറും ഉണ്ട് ഫസ്റ്റ് ഇയറും ഉണ്ട് അല്ലേ? ഓക്കെ, ഇപ്പോൾ ഓവറോൾ ക്യാമ്പസ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവും ഓരോരുത്തരും? ക്യാമ്പസ് ഭയങ്കര സേഫ്റ്റി സെക്യൂർ ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ ടൈമിംഗ് ഒക്കെ ഉണ്ട്. ഹോസ്റ്റലിൽ ഫുഡ് കഴിക്കാൻ, ഹോസ്റ്റലിൽ കയറാൻ എല്ലാം കറക്റ്റ് പക്ക ടൈമിംഗ് ആണ് അല്ലേ? എല്ലാം ഗേൾസിനൊക്കെ ഇവിടെ ഭയങ്കര സെക്യൂർഡ് ആണ്. ഓക്കെ, ഇവിടുത്തെ പ്രിൻസിനെ പറ്റി എന്താ അഭിപ്രായം? പ്രിൻസിപ്പൽ മാം ഞങ്ങളായിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ക്ലാസ്സിൻ്റെ കാര്യത്തിലൊക്കെ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് മാമിൻ്റെ പീരീഡ് ഉണ്ടാവാറുണ്ട്. മാം നല്ല രീതിയിൽ എഫക്റ്റീവായിട്ടുള്ള സിസ്റ്റമാറ്റിക് ക്ലാസ് എടുക്കാറുണ്ട്. ഫസ്റ്റ് ഇയർ ആണോ മാം പഠിപ്പിക്കാറ്? ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെം സെക്കൻഡ് സെം, ഇപ്പോൾ ഞങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ തേർഡ് സെമ്മിൽ മാം ക്ലാസ് എടുക്കാറുണ്ട്. ഫുഡ് കാര്യങ്ങൾ എങ്ങനെയാണ്? ഫുഡ് നമുക്ക് നോൺ വെജ് കിട്ടുന്ന വീക്ക്ലി ത്രൈസ് ആയിട്ട് കിട്ടും. ചിക്കൻ 2 ദിവസം ഉണ്ട്, പിന്നെ എഗ് ഉണ്ട്. കുഴപ്പമില്ല ഫുഡ്. ഓക്കെ, ഇപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ ഓവറോൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണല്ലോ, അപ്പോൾ ഏകദേശം വന്നിട്ട് ഇപ്പോൾ 6 മാസം ആവുന്നു അല്ലേ? ഓക്കെ, മൊത്തത്തിൽ എങ്ങനെയുണ്ട് കോളേജിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എല്ലാം കൊണ്ടും കോളേജ് അടിപൊളിയാണ്. പിന്നെ നമുക്ക് എല്ലാം ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലായാലും ഹോസ്റ്റലായാലും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. സെപ്പറേറ്റ് വെജ് കഫേ ഉണ്ട്. ഇപ്പോൾ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണെങ്കിൽ ഇപ്പോൾ പല കോളേജിലും കോമൺ ബാത്റൂമൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് 4 പേർക്ക് ഒരു റൂമിൽ ഒരു ബാത്റൂമായിട്ട് കിട്ടുന്നുണ്ട്. അത് ഭയങ്കര നല്ലതായിട്ട് തോന്നി. പിന്നെ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യമായാലും എന്ത് കാര്യം നോക്കുകയാണെങ്കിലും എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഫെസിലിറ്റീസ് എല്ലാം ഒരേ ഒരു കോമ്പൗണ്ടിലുണ്ട്. ഹോസ്റ്റലായാലും ഹോസ്പിറ്റലായാലും എല്ലാം ഒരേ കോമ്പൗണ്ടിലായതുകൊണ്ട് വേറെ സ്റ്റുഡൻസിന് സേഫായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ കേട്ടല്ലോ, ഈ എല്ലാ സ്റ്റുഡൻസിനും ഒറ്റ കാര്യമേ പറയാനുള്ളൂ. അവർക്ക് ഈ കോളേജ് ഇഷ്ടപ്പെട്ടത് എല്ലാ ഫെസിലിറ്റീസും ഒരു കോമ്പൗണ്ട് ഉള്ളതായതാണ്. അത് തന്നെയായിരിക്കും നിങ്ങൾക്കും കാരണം. സോ സീരീസ് 3 കോളേജിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ഇവിടെ അഡ്മിഷൻ എടുക്കുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസിനായിട്ടും കോൺടാക്ട് us. ഇതുപോലെ ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്.